ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് KTT കാറ്റഗറി 3 നാച്ചുറൽ സയൻസിന്റെ സിലബസ് വൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക്ക് നിങ്ങളെല്ലാവരും സിലബസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിലെ ഒന്നാമത്തെ ടോപ്പിക്കാണ് ലിവിങ് വേൾഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം അടുത്ത KTT ഡിസംബറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇനി ഒരു HSA എക്സാം ഉണ്ടാവുകയാണെങ്കിൽ അതിനു മുമ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആകെ ഒരു KTT ആണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചാനൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ആദ്യത്തെ ടോപ്പിക്കാണ് ലിവിങ് വേൾഡ്. ഇതിൽ ആദ്യം പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലിവിങ് തിങ്സ് ആണ്. നിങ്ങളിത് കണ്ടമാനം ഒത്തിരി പഠിക്കാനൊന്നുമില്ല. നമ്മളെല്ലാവരും ബയോളജി സുവോളജി ഒക്കെ പഠിച്ചിട്ട് വന്നവരാണ്. അപ്പം നമ്മളിലേക്ക് തന്നെ നോക്കിയാൽ മതി, നമുക്ക് പഠിക്കാനുള്ളത് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ലിവിങ് തിങ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ മേഡപ്പ് ഓഫ് സെൽസ് വെച്ചിട്ടാണ് അത് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ യൂസ് ഓഫ് എനർജി, അവർ എനർജി യൂസ് ചെയ്യുന്നുണ്ട്. കോൺഷ്യസ്നെസ്, നമ്മൾ എല്ലാത്തിനെ കുറിച്ച് അവെയർ ആണല്ലേ, കോൺഷ്യസ്നെസ് ഉള്ളവരാണ്. അതുപോലെ അഡാപ്റ്റ് ടു ദെയർ സറൗണ്ടിങ്സ്, സെല്ലുലാർ ഓർഗനൈസേഷൻ കാണിക്കുന്നുണ്ട്. റെസ്പോൺസ് ടു ചേഞ്ചസിനോട് റെസ്പോണ്ട് ചെയ്യും. റിപ്രൊഡക്ഷൻ ഉണ്ട്. റിപ്രൊഡക്ഷൻ എത്ര തരത്തിലുണ്ട്? സെക്ഷുവൽ റിപ്രൊഡക്ഷൻ ഉണ്ട്, അസെക്ഷുവൽ റിപ്രൊഡക്ഷൻ ഉണ്ട്, വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ ഉണ്ട്. പിന്നത്തെ പോയിന്റ് ആണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. പിന്നെ മെറ്റബോളിസം കാണിക്കുന്നു. മെറ്റബോളിസം എന്ന് പറയുമ്പോൾ എന്താ? സം ടോട്ടൽ ഓഫ് ഓൾ ദി കെമിക്കൽ റിയാക്ഷൻ ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷന്റെയും കൂടെ ഒരു ആകെ തുകേനെയാണ് നമ്മൾ മെറ്റബോളിസം എന്ന് പറയുന്നത്. ഈ മെറ്റബോളിസം തന്നെ രണ്ട് രീതിയിലാണ് നടക്കുന്നത്. അനബോളിസവും ഉണ്ട്, കാറ്റബോളിസവും ഉണ്ട്. അനബോളിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിന്തസൈസ് ഓഫ് കോംപ്ലക്സ് മോളിക്യൂൾസ് ഫ്രം സിമ്പിൾ വൺസ്, സിന്തസൈസ് ചെയ്യുവാണ്. കാറ്റബോളിസം ആണെങ്കിലോ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് കോംപ്ലക്സ് മോളിക്യൂൾസ് ഇൻടു സിമ്പിൾ വൺസ്. അനബോളിസം ആകുമ്പോൾ സിന്തസൈസ് ചെയ്യുന്നു, കാറ്റബോളിസത്തിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുകയും ചെയ്യുന്നു. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക്, ലിവിങ് വേൾഡിലെ തന്നെ അടുത്ത ടോപ്പിക്കാണ് ടാക്സോണമി എന്ന് പറയുന്നത്. ടാക്സോണമി എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ടാക്സോണമി is the branch of science which deals with the identification, nomenclature and classification of organism. അതിനെയാണ് നമ്മൾ ടാക്സോണമി എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെ വരും? ഐഡന്റിഫിക്കേഷൻ വരും, നൊമൻക്ലേച്ചർ വരും, ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗനിസംസ്, ഓർഗനിസത്തിന്റെ ക്ലാസിഫിക്കേഷൻസും വരും. അപ്പോൾ ടാക്സോണമി is the branch of science which deals with the identification, nomenclature and classification of organism is called taxonomy. The term taxonomy was coined in 1830 by Swiss botanist A.P.D. Cantor. ഈ ടാക്സോണമി എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് ഫസ്റ്റ് കോയിൻ ചെയ്തത് ആരാ? സ്വിസ് ബൊട്ടാണിസ്റ്റ് ആയിട്ടുള്ള A.P.D. കാന്റോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൊട്ടാണിസ്റ്റ് ആണ്. അത് ഇയർ ഏതാ? 1813. ഫാദർ ഓഫ് ടാക്സോണമി ആരാ? എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫാദർ ഓഫ് ടാക്സോണമി കാൾ ലിനേയസ് ആണ്. അപ്പൊ ടാക്സോണമി എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അതിനകത്ത് എന്തൊക്കെയാ ഉൾപ്പെടുന്നതെന്ന് നോക്കുക. അതുപോലെ തന്നെ ആ ഒരു ടേം ഫസ്റ്റ് കോയിൻ ചെയ്ത ആരാ നോക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫാദർ ഓഫ് ടാക്സോണമി ആരാന്ന് ഓർത്തിരിക്കുക. പിന്നെ വരുന്നതാണ് ബൈനോമിയൽ നൊമൻക്ലേച്ചർ. ബൈനോമിയൽ നൊമൻക്ലേച്ചർ നമുക്കറിയാവുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. ഈ ബൈനോമിയൽ നൊമൻക്ലേച്ചർ ഫസ്റ്റ് വരുന്നത് 18th സെഞ്ചുറിയിലാന്ന് ഓർത്തിരിക്കുക കേട്ടോ. 18th സെഞ്ചുറിയിലാണ്. പിന്നെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആര് തന്നെയാണ്? കാൾ ലിനേയസ് ആണ്. ഇയർ ഏതാ? 1753 ഈ ബൈനോമിയൽ നൊമൻക്ലേച്ചറിനെ കാൾ ലിനേയസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിന് ഏതൊക്കെ കമ്പോണൻസ് ആ ഉള്ളത്? ജീനസ് നെയിമും ഉണ്ട്, അതുപോലെ തന്നെ സ്പീഷീസ് നെയിമും ഉണ്ട്. എക്സാമ്പിൾ നോക്കിയേ, കൊക്കോസ് ന്യൂസിഫറ. കൊക്കോസ് ന്യൂസിഫറ ഏതാ? തെങ്ങ അല്ലേ? അപ്പൊ കൊക്കോസ് ന്യൂസിഫറ അതിൽ നിങ്ങൾ നോക്കിയേ, ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് ജീനസ് നെയിം എഴുതിയത്. സെക്കൻഡ് സ്മോൾ ലെറ്റർ ആണ് സ്പീഷ്യസ് നെയിം തുടങ്ങിയപ്പോൾ എഴുതിയത്. അപ്പോൾ ജീനസ് നെയിം ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്താണ് തുടങ്ങുമ്പോൾ എഴുതുന്നത്, സ്പീഷ്യസ് നെയിം സ്മോൾ ലെറ്റർ ആണ്. ഇതാണ് ബൈനോമിയൽ നൊമൻക്ലേച്ചർ. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കാൾ ലിനേയസ് ആണ്. 1753 18th സെഞ്ചുറിയിലാണ് വന്നത്. ഓർത്തിരിക്കുക, ജീനസ് നെയിമും ഉണ്ട്, സ്പീഷ്യസ് നെയിമും ഉണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആർക്കൊക്കെയാണ് സയന്റിഫിക് നെയിംസ് കൊടുക്കാൻ പറ്റുന്നതെന്നുള്ളത്. ചുമ്മാ ഇപ്പൊ നമുക്കൊരു സാധനം എടുത്തിട്ട് സയന്റിഫിക് നെയിം കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിൻ്റെതായ ചില റൂൾസ് ഉണ്ട്. അപ്പൊ അത് പ്രകാരം ആർക്കൊക്കെ സയന്റിഫിക് നെയിംസ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നോക്കിയേ, ICBN ഇന്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നൊമൻക്ലേച്ചർ ആണ്. ICZN ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നൊമൻക്ലേച്ചർ.
ICVN ആണെങ്കിൽ ഇന്റർനാഷണൽ കോഡ് ഓഫ് വൈറൽ നൊമൻക്ലേച്ചർ, ICNB ആണെങ്കിൽ ഇന്റർനാഷണൽ കോഡ് ഫോർ നൊമൻക്ലേച്ചർ ഓഫ് ബാക്ടീരിയ, ICNCP ഇന്റർനാഷണൽ കോഡ് ഫോർ നൊമൻക്ലേച്ചർ ഫോർ കൾട്ടിവേറ്റഡ് പ്ലാന്റ്സ്. അപ്പൊ ഇത്രയും ഇതാണ് സയന്റിഫിക് നെയിംസ് കൊടുക്കാൻ പറ്റുന്ന ഇത്രയും 1, 2, 3, 4, 5 നമ്മൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇത് ഓർത്തിരിക്കുക. ഇത് എളുപ്പമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 വാക്കിന്റെ വ്യത്യാസമൊക്കെ ഉള്ളൂ. അപ്പം ഇതും ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്.